Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ മലയാളം സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ലാസ്റ്റത്തെ ടെൻസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 12 ടെൻസസിലെ 11 ടെൻസസ് നന്നായി മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു ടെൻസും കൂടി പഠിക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സസ് കഴിഞ്ഞ് നിങ്ങളോട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ആൻസേഴ്സ് മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യണതിൽ മുൻപ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ മിക്കവരും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ കമൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ എക്സ്പെരിമെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വെച്ച് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്തു അല്ലേ, കുറേ സെൻറ്റൻസുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ വലിയ സെൻറ്റൻസുകൾ, വളരെ വലിയ സെൻറ്റൻസുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ചേഞ്ച് വരുന്നുണ്ട് ലാംഗ്വേജിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റത്തെ ടെൻസ് ആണ്, ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ലാസ്റ്റ് ടെൻസ്. എന്താണെന്ന് അറിയോ? നെയിം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയണതിന് മുൻപ് നമ്മൾ ഈ ഫ്യൂച്ചർ ടെൻസിൽ പഠിച്ച ഇതുവരെ പഠിച്ച ടെൻസുകൾ ഫ്യൂച്ചർ ടെൻസിൽ പഠിച്ചത് ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഞാൻ എഴുതും എന്ന് പറയാൻ നമ്മളിങ്ങനെ പറഞ്ഞു, ഐ വിൽ റൈറ്റ്. അപ്പോൾ തന്നെ നിങ്ങൾ പറയണം ഞാൻ എഴുതും, ഐ വിൽ റൈറ്റ്. ഞാൻ കളിക്കും, ഐ വിൽ പ്ലേ. ഞാൻ ഓടും, ഐ വിൽ റൺ. അങ്ങനെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ എല്ലാ ടെൻസുകളും ഓരോ ദിവസവും ഓരോന്നായി പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ കുറേ വേർബ്സ് വെച്ച് മാറി മാറി പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഏതൊരു സെൻറ്റൻസ് പറഞ്ഞാലും ഫാസ്റ്റായിട്ട് അത് ഇംഗ്ലീഷിലാക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. സ്ലോ ആയിട്ട് തുടങ്ങിയാൽ മതി. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എഴുതും എന്ന് പറയാൻ നമ്മളിങ്ങനെ പറഞ്ഞ് ഐ വിൽ റൈറ്റ് എന്ന് പറഞ്ഞു. ഇനി ആ ഒരു ടെൻസിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ പറയാം ഞാൻ എഴുതുകയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ബി റൈറ്റിംഗ് എന്ന് പറഞ്ഞു. ഇനി അത് മാറി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? ഞാൻ എഴുതിയിട്ടുണ്ടാകും എന്നായിരിക്കും നമ്മൾ പറയാം. നമ്മളെങ്ങനെ പറയും? ഐ വിൽ ഹാവ് റിട്ടൺ എന്ന് പറയും. ഇനി ഈ ഒരു ടെൻസിൽ, അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്നറിയോ? നമ്മൾ ഞാൻ എഴുതിയിട്ടുണ്ടാകും എന്നുള്ളത് ഇവിടെ മാറാൻ പോകുന്നത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെ നമ്മൾ പറയാം? അപ്പം ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതാം. അപ്പോൾ മുൻപത്തെ ടെൻസിൽ, അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പറഞ്ഞത് ഐ വിൽ ഹാവ് റിട്ടൺ എന്നാണ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മൾ എഴുതേണ്ടത് വിൽ ഹാവ് ബീൻ ആണ് എഴുതേണ്ടത്. കണ്ടിന്യൂസ് ടെൻസ് ആണ്, വേർബിൻ്റെ കൂടെ ing വേണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇവിടെ വേർബ് റൈറ്റ് ആണ്, അതിൻ്റെ കൂടെ നമ്മൾ ing ആഡ് ചെയ്യണം. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അടുത്ത മാസം ആകുമ്പോഴേക്കും രമ്യ 2 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് നമുക്ക് പറയണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ടെൻസ് നമ്മൾ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ടെൻസിൽ നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുക ഫ്യൂച്ചറിൽ കുറച്ചധികം കാലം, അതായത് കുറച്ച് ദീർഘകാലം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറാണ്, ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് ഫ്യൂച്ചറാണ്, അടുത്ത മാസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അടുത്ത മാസം ആകുമ്പോഴേക്കും രമ്യ 2 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ അടുത്ത മാസം ആകുമ്പോൾ മാത്രമാണ് ആ 2 കൊല്ലം തികയുന്നത് അല്ലേ? അപ്പം ഈ ഒരു മാസം 2 കൊല്ലം ആയിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇപ്പോഴും രമ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ മാസം ജോലി ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം 2 വർഷം ആവണമെങ്കിൽ ഈ ഒരു പ്രവൃത്തി 2 കൊല്ലം മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തിയായിരിക്കും. അപ്പോൾ ഈ ഒരു ടെൻസ് നമ്മൾ യൂസ് ചെയ്യുക
നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും ദീർഘകാലമായിട്ട് കുറേ നാളുകളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവസാനിക്കും. അപ്പോൾ കുറേ നേരം ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസിൽ ഞാൻ എന്ത് ഉദ്ദേശിച്ചതെന്നൊന്നും കൂടി പറയാം. ഇപ്പോൾ അടുത്ത മാസം ആവുമ്പോൾ മാത്രമാണ് 2 കൊല്ലം ആവുന്നത്. അപ്പം ഞാൻ ഈ സെൻറ്റൻസ് പറയുന്നത് പ്രസൻറ്റിലാണ്. അപ്പോൾ പ്രസൻറ്റിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത മാസം 2 കൊല്ലം ആവണമെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഞാൻ പ്രസൻറ്റിലിരുന്ന് പറയുമ്പോൾ ഈ പ്രവൃത്തി 1 കൊല്ലവും 11 മാസം മുൻപ് തുടങ്ങിയൊരു പ്രവൃത്തിയാണ്. എന്നാൽ മാത്രമാണ് അടുത്ത മാസം ആവുമ്പോൾ അത് 2 കൊല്ലം ആവുള്ളൂ. അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാൻ പറ്റുക? അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് രമ്യയെ കുറിച്ചാണ്. അപ്പം രമ്യ എന്ന് നമുക്ക് എഴുതാം. ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പം ജോലി ചെയ്യുക എന്ന് പറയാൻ നമ്മൾ വർക്ക് എന്ന് പറയും. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വിൽ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറയാം. അപ്പം രമ്യ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഇനി നമുക്ക് എന്താണ് എഴുതാനുള്ളത്? വാട്ട് എന്നോ ഫോർ ഹും എബൌട്ട് ഹും ഒന്നും എഴുതാനില്ല. ഹൗ എന്നുള്ളിടത്ത് നമുക്ക് ഫോർ ഹൗ ലോങ് എന്ന് ചോദിക്കാം. അപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ എത്ര കാലം ആവും അവൾ ജോലി ചെയ്തിട്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. 2 വർഷം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഫോർ 2 years എന്ന് പറയാം. ഇനി നമുക്ക് വൈന്നോ വേറെ ഒന്നും എഴുതാനില്ല. ഇനി നമുക്ക് എഴുതാനുള്ളത് വെൻ എന്നാണ്. എപ്പോഴാണ്? ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? അടുത്ത മാസം ആകുമ്പോഴേക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ബൈ നെക്സ്റ്റ് മന്ത് എന്ന് പറയാം. അപ്പം എന്തായി നമ്മുടെ സെൻറ്റൻസ്? രമ്യ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 years ബൈ നെക്സ്റ്റ് മന്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി കുറേ കാലം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോൾ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലും അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് അവസാനിക്കും. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടെൻസ് കുറച്ച് ഹാർഡായിട്ട് തോന്നും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിലൊക്കെ ഇത് മിക്ക സമയത്തും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടെൻസാണ്. കാരണം നമ്മൾ വളരെ അപൂർവം മാത്രമാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഈ ടെൻസ് യൂസ് ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ ഇതുവരെ 11 ടെൻസസ് വളരെ ഈസി ആയിട്ട് പഠിച്ചു. അപ്പോൾ ഈ ഒരു ടെൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടെൻസിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സെൻറ്റൻസുകൾ, ചെറിയ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ ഷീ വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്ന് പറയാം. ഇനി അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ ഹീ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. അങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ, ചെറിയ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകളിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കൺഫ്യൂഷൻ വരിക. കാരണം കറക്റ്റായിട്ട് മലയാളത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ രമ്യനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറയില്ലേ, രമ്യ അടുത്ത മാസം ആകുമ്പോൾ എന്താണ് ജോലി ചെയ്ത് 2 വർഷം ആകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു ടെൻസിൽ നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ യൂസ് ചെയ്യണതെന്നാണ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യും, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവസാനിക്കും. ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞാൻ എത്തുമ്പോഴേക്കും അബി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഫോം ചെയ്തത് തന്നെ എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, ഇപ്പം അബി എന്ന് പറഞ്ഞ സുഹൃത്തിനോട് പറയാണ് 10 മണിക്ക് നമുക്ക് കാണാം എന്ന് പറയാണ്. അപ്പോൾ 10 മണിക്ക് തന്നെ നമ്മൾ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ അബി എത്തി. മനസ്സിലായോ? അത് കഴിഞ്ഞ് അപ്പോൾ അബി 10 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 10 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ പോകുന്നത് 11 മണിക്കാണ് ഞാൻ ഇറങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇനി അവിടെ എത്താൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കാണ്. അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂർ അബി വെയിറ്റ് ചെയ്തു? 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോൾ പ്രസൻറ്റിൽ എന്താണ്? പ്രസൻറ്റിൽ ഇപ്പം ഞാൻ ഇറങ്ങുമ്പോഴും അബി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ അവിടെ എത്തണ വരെ എനിക്ക് 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് അബി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ അബി പാസ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങണതിന് മുൻപും അബി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങുമ്പോഴും അബി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എത്തുന്ന വരെ അബി അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു വേർബ്, അതായത് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നതാണ്, ഞാൻ എത്തുമ്പോഴേക്കും അബി 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അബി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുക. അപ്പൊ ആരാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് അബി എന്ന് എഴുതാം. ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നമ്മൾ പറയും? will have been waiting എന്ന് പറയും. അപ്പൊ അബി will have been waiting. ഇനി നമുക്ക് വാട്ട് എന്നോ ഫോർ ഹും എബൌട്ട് ഹും ഒന്നും പറയാനില്ല. ഹൗ എന്നുള്ളടത്ത് നമുക്ക് ചോദിക്കാം, ഹൗ ലോങ് വിൽ അബി ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് ചോദിക്കാം. അതായത് ഹൗ ലോങ് എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ എത്ര നേരമായിട്ടാണ് അബി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക? 2 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഫോർ 2 hours എന്ന് പറയും. ഇനി നമുക്ക് വൈന്നോ വേറൊന്നും പറയാനില്ല, വെൻ എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഞാൻ എത്തുമ്പോഴേക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? ബൈ ദ ടൈം ഐ റീച്ച്, അല്ലെങ്കിൽ ബൈ ദ ടൈം ഐ അറൈവ് എന്ന് പറയാം. അപ്പൊ അബി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours ബൈ ദ ടൈം ഐ അറൈവ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അടുത്ത ജൂൺ ആകുമ്പോഴേക്കും ഞാൻ 4 വർഷം ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമ്മളിവിടെ പറഞ്ഞത് ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്? പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് 4 വർഷം ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടാകും എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അതായത് പഠിക്കും. ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ will have been learning എന്ന് പറയാം. ഇനി വാട്ട് എന്നുള്ളടത്ത് നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുക? ഫ്രഞ്ച് ആണ് പഠിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഫ്രഞ്ച് എന്ന് എഴുതാം. അപ്പൊ ഐ വിൽ ഹാവ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഫോർ ഹും എബൌട്ട് ഹും എന്നൊക്കെ പകരം ഹൂസ് എന്നൊക്കെ ഉള്ളതിന്റെ പകരം നമുക്ക് ഹൗ എന്നുള്ളടത്ത് ഹൗ ലോങ് എന്ന് ചോദിക്കാം. അപ്പൊ അടുത്ത ജൂൺ ആവുമ്പോൾ എത്ര കാലമാവും ഫ്രഞ്ച് പഠിച്ചിട്ട്? എത്രയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്? 4 കൊല്ലം 4 വർഷം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഫോർ 4 years എന്ന് പറയാം. ഇനി നമുക്ക് എഴുതാനുള്ളത് വെൻ എന്നാണ്. എപ്പോഴാണ് ആ ഒരു സമയമാവുന്നത്? അടുത്ത ജൂൺ ആകുമ്പോഴേക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബൈ നെക്സ്റ്റ് ജൂൺ എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ വിൽ ഹാവ് ബീൻ ലേണിംഗ് ഫ്രഞ്ച് ഫോർ 4 years ബൈ നെക്സ്റ്റ് ജൂൺ എന്ന് വരും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, അടുത്ത വർഷം ആവുമ്പോഴേക്കും അവൻ 20 വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് നമുക്ക് പറയണം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമ്മൾ അവനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഹീ എന്ന് എഴുതും. ഇനി ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെയാ നമ്മൾ പറയാ? വിൽ ഹാവ് ബീൻ, പഠിപ്പിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ടീച്ച് ആണ്. ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താ എഴുതാനുള്ളത്? ഇനി നമുക്ക് വാട്ട് എന്നുള്ളടത്ത് നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുക? ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എന്ന് എഴുതാം. അപ്പൊ ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഇനി നമുക്ക് ഫോർ ഹും എബൌട്ട് ഹും ഹൂസ് ഒന്നും നമുക്ക് എഴുതാനില്ല. ഹൗ എന്നുള്ളടത്ത് നമുക്ക് ഹൗ ലോങ് എന്ന് ചോദിക്കാം. അതായത് അടുത്ത വർഷം ആവുമ്പോൾ എത്ര നാളാവും എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് പറഞ്ഞത്? 20 വർഷമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫോർ 20 years എന്ന് പറയാം. ഇനി നമുക്ക് വെൻ ആണ് എഴുതാനുള്ളത്. എപ്പോഴാണ് 20 വർഷം ആവുക? എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്? അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ബൈ നെക്സ്റ്റ് ഇയർ എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 20 years ബൈ നെക്സ്റ്റ് ഇയർ എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. നമ്മൾ ബാക്കിയുള്ള ടെൻസസ് യൂസ് ചെയ്യുന്ന പോലെയല്ല. ഈ ടെൻസ് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലെ കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈസിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും തന്നെ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും ഞാൻ 2 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ.
അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ടെൻസസിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 12 ടെൻസസ് നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന 2 ദിവസം നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് കണ്ട് ഒന്ന് നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വളരെ ഈസി ആയിട്ട് തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ വലിയ സെൻറ്റൻസുകളിലേക്ക് കടക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കറക്റ്റായിട്ട് എറർ ഫ്രീ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.